ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ സൂപ്പർ ബമ്പർ. പുല്ലാടിക്കാച്ചിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം കാച്ചിൽ പാദസ്വരങ്ങൾ കിളുക്കാം ഒന്നിമൻ ചാടിക്കുന്നിലിറാം. നന്നായിട്ട് കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, കൗണ്ട് ഡൗണിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൗണ്ട് ഡൗൺ തുടങ്ങാൻ പോവുകയാണ്. വേണ്ടാന്നോ? ओ लड़की आंख मारे आंख मारे ओ लड़की आंख मारे आंख मारे ओ लड़की आंख मारे. നീങ്ങോ. ആ റെഡി. അതന്നെ, അത് പൊട്ടിച്ചു നോക്കി, അത് ചിലപ്പോൾ പൊട്ടും. റെഡി. അതന്നെ, റെഡി. കുറച്ച് ഫ്രണ്ട് കയറി, കുറച്ച് ഫ്രണ്ട് കയറി. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത്. അത് ഓവർ ഫ്രണ്ട്, കുറച്ച് ബാക്ക് കയറി, ഒരു സ്റ്റെപ്പ് ബാക്ക്. ഇനി ട്രൈ ചെയ്ത്. അതന്നെ അവിടെ. പ്രിയ സഖി നീ എൻ്റെ കൂട്ടുകാരി, ഇനി ഇന്നും ഇന്നെൻ്റെ ദർപ്പണമായി അരികിലായി കൂടെ നീ ഉണ്ടാവുമോ സഖി, ഇനി വരും ഭാവിയിൽ ഉണ്ടാകുമോ? അടുത്ത ബോൾ വെച്ചോളൂ, അടുത്ത ബോൾ. നല്ലൊരു കൈഡ് കൊടുത്തേ, നല്ലൊരു കൈഡ് കൊടുത്തേ. അടിപൊളി. ഇനി സൂക്ഷിച്ചിട്ടാ, സൂക്ഷിച്ച്. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എന്താണ്. നല്ലൊരു കൈഡ് കൊടുത്തേ. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ സൂപ്പർ ബമ്പർ സമ്മാനം അടിച്ചിരിക്കുന്ന ആ ഭാഗ്യവാൻ ഭാഗ്യവതി അതാരാണ്? നമസ്കാരം. സി കേരളം സൂപ്പർ ബമ്പർ നമ്മളിതാ ഇന്ന് ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ഇത് കിഴക്കഞ്ചേരിയിൽ കുണ്ടനോട് എന്ന് പറയുന്ന സ്ഥലമാണ്. കിഴക്കഞ്ചേരിയാണ് മെയിൻ. നമ്മൾ വടക്കഞ്ചേരിയിൽ പോയി വടക്കഞ്ചേരി കണ്ടു, അതുപോലെ തന്നെ കിഴക്കഞ്ചേരി. എനിക്ക് തോന്നുന്നു കിഴക്കും വടക്കുമുള്ള രണ്ട് ചേരികൾ, അങ്ങനെയാണ് കിഴക്കഞ്ചേരിയും വടക്കഞ്ചേരിയും ഉണ്ടായത്. ഇവിടുന്ന് തൊട്ടടുത്ത്, ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ ജംഗ്ഷൻ. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ മൂലങ്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു സ്കൂൾ ഗ്രൗണ്ട് നമുക്ക് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഗെയിംസ് നമ്മൾ അങ്ങോട്ട് സർപ്രൈസ് കൊടുക്കാൻ പോകുമ്പോൾ അവരും ഒരുപാട് സർപ്രൈസുകളുമായിട്ടാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് കേട്ടു. എന്നാൽ പിന്നെ ഒട്ടും വൈകണ്ട, നമുക്ക് നേരെ മൂലങ്കോട്ടിലേക്ക് പോകാം. നമ്മുടെ യാത്ര ഇന്ന് അങ്ങോട്ടേക്കാണ്. പോരെ? കിഴക്കഞ്ചേരി ജംഗ്ഷനാണ് ഈ കാണുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുപോലെ മുടപ്പുലൂർ അങ്ങനെ കുറേ സൈഡിലേക്കുള്ള ബസ്സുകൾ ഈ ഭാഗത്തേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം തിരക്കുള്ള ഒരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ നിന്നാണ് നമ്മുടെ ഗെയിം സോണിലേക്ക് പോകാൻ പോകുന്നത്. ഇവിടെ ജംഗ്ഷൻ്റെ ഈ ഭാഗത്തൊക്കെ മിക്ക ജംഗ്ഷൻ്റെയും ഒരു ബ്രാൻഡ് മാർക്ക് എന്ന് പറയുന്നത് വലിയൊരു ആൽത്തറയും ഒരു ആലും അതിൻ്റെ താഴെ എന്തെങ്കിലും രീതിയിലുള്ള പ്രതിഷ്ഠയും കാര്യങ്ങളും ഉണ്ടാവും. ഇവിടെ അയ്യപ്പ പ്രതിഷ്ഠയാണ് ഉള്ളത്. ഇതിവിടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ പതിവ് പോലെ നല്ല അടിപൊളി പച്ചക്കറി കൊടുക്കുന്നത്. പക്ഷേ തമിഴ്നാട് പച്ചക്കറി കേട്ടോ, ഈ ലോക്കലല്ല. വാ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ. സി കേരളം സൂപ്പർ ബമ്പർ നമ്മളിത് ഇവിടെ മൂലങ്കോട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇന്ന് ഇവിടെ രണ്ടാം ദിവസമാണ് നമ്മളിവിടെ മത്സരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ രണ്ടാം ദിവസം ഒന്ന് ഉഷാറാക്കാനായിട്ട് ആരാ ഒരു നല്ല അടിപൊളി പാട്ട് പാടി തരാൻ തുടക്കം തന്നെ? മനോജേട്ടനാണോ? മനോജേട്ടനും എഴുന്നേറ്റ് വെക്കുന്നു, മനോജേട്ടൻ്റെ കൂട്ടുകാരും എഴുന്നേറ്റ് വെക്കുന്നു. അടിപൊളിയാണ്. നല്ലൊരു കൈയ്യടി കൊടുത്തേ മനോജേട്ടന്. മനോജേട്ടൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ഭാര്യ. ഭാര്യ എന്ന് പറഞ്ഞപ്പോ എന്തൊരു ചെറിയ പേടി. എവിടെ ഭാര്യ? എവിടെ? ഒന്ന് കൈവക്കേ. ആ ചേച്ചിനെ എന്തിനാ പേടിക്കണത്? പേടിയൊന്നുമില്ല. ആ പേടിയൊന്നും ഇല്ലെന്ന് പറയുമ്പോഴും ചെറിയ പേടിയുണ്ടല്ലോ. പേടിയില്ല. ഉറപ്പിച്ചു പറഞ്ഞേ. ഉറപ്പിച്ച് പറയുന്നു. അത് അവിടെ നോക്കി പറഞ്ഞേ. പേടിയില്ലാന്ന്.
ഓക്കെ, എന്തായാലും ഒരു അടിപൊളി പാട്ട് പാടി തന്നെ. ഏത് പാട്ടാ പാടാൻ പോകുന്നേ? വരിക്ക് ചക്കട ചോള കണക്കിന്. തൊടുത്തൊരു കല്യാണി. അടിപൊളി, നല്ലൊരു കൈഡി. വരിക്ക് ചക്കട ചോള കണക്കിന് തുടുത്തൊരു കല്യാണി. കൊടകരയിൽ കവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായോ, കണ്ടടി ഞാനൊരു മിന്നായ. ചാട്ടുള്ളി മുന തുളയ്ക്കണ മൂർച്ചയുള്ളൊരു നോട്ടമായി, മൂർച്ചയുള്ളൊരു കാലിടറണ് വയറരിയുന്ന ഇടി കുടങ്ങണ നെഞ്ചിലിടേ. തകില് കൊട്ടണ ചുവട് വെക്കുമ്പോൾ താളം പോണൊരു പോക്കടി. കാവടി കിടന്നാടണ ഒരു കാലിളകണ ചേലിന്. കണ്ടു നിൽക്കണ കല്യാണിക്കൊരു പുഞ്ചിരി, ചെറു പുഞ്ചിരി. കരളിലെ പെരുങ്കാവടി പൂങ്കാവടി കിടന്നാടണ്. കാവടി കഴിഞ്ഞമ്പലത്തില് ആളൊഴിഞ്ഞൊരു മൂലയിൽ കാത്തു നിൽക്കണ കല്യാണി കൈ നീട്ടി മാടി വിളിച്ചെന്നേ. കാല് തമ്മില് കൂട്ടിമുട്ടണ പട നെഞ്ചിലേ. പോകണ തിരിഞ്ഞോടണ പണി പറ്റുമോ പുകിലാകുമോ. ആക്കം കണ്ടപ്പോൾ നോക്കിപ്പോയത് തല തെറിക്കണ കുറ്റാണോ. വിളിച്ചിട്ടല്ല ഞാൻ പറഞ്ഞിട്ടല്ലടി വേല വേണ്ടടി കല്യാണി. അരിച്ചരിച്ചു ഞാൻ അടുത്ത് ചെന്നിട്ട് അറച്ചു നിൽക്കണ നേരത്തെ കഴുത്തിലിട്ടൊരു താലിമാല കാട്ടി തന്നൊരു കല്യാണി. ചിരിച്ചതെന്തിന കുഴഞ്ഞതെന്തിന കുരുതങ്ങട്ടൊരു കല്യാണി. ഈ കുടുംബം നോക്കണ കണവനുണ്ടെങ്കിൽ കടുപ്പം വേണ്ടടി കല്യാണി. കുടുംബം നോക്കണ കണവനുണ്ടെങ്കിൽ കടുപ്പം വേണ്ടടി കല്യാണി. ആ വഴിയെ പോകണ വയ്യ വലിയ വലിച്ചിഴക്കല്ല കല്യാണി. ആ കുടുംബം നോക്കണ കണവനുണ്ടെങ്കിൽ കടുപ്പം വേണ്ടടി കല്യാണി. ആ കൊരിക്ക് ചക്കട ചോള കണക്കിന് തുടുത്തൊരു കല്യാണി. ആ കൊടകരയിൽ കവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായോ. അപ്പോ തുടക്കം ഗംഭീരമായിട്ടുണ്ട്. നമ്മൾ ഇനിയും ഉഷാറാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നലെ അവസാനം മത്സരിച്ചു കൊണ്ടിരുന്ന ആള് വിസ്മയായിരുന്നു. വിസ്മയുടെ അടുത്ത റൗണ്ട് മത്സരത്തിലേക്ക് പോകണം. വിസ്മയെ നല്ല ഒരു കയ്യടിയോടുകൂടി ഇങ്ങോട്ട് ക്ഷണിച്ചേ. മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ. വിസ്മയ, അങ്ങനെ നമ്മൾ രണ്ടാം ദിനത്തിൽ എത്തിയിരിക്കുകയാണ്. വിസ്മയുടെ മൂന്നാം റൗണ്ട് മത്സരത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. റെഡിയല്ലേ? റെഡിയാണ്. വിസ്മയ ഇന്നലെ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, അതായത് കുക്കിംഗ് ഇഷ്ടമാണ്, കുക്കിംഗ് ചെയ്യാറുണ്ടെന്ന്. എന്തൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റംസ് കയ്യിലുള്ളത്? അവിടെ ഒരു സെക്കൻഡ് കേട്ടോ, അനിയച്ചാൻ അവിടെ ഇരുന്നിട്ട് റവലഡു എന്ന് പറയുന്നുണ്ട്. അടിപൊളി. പറഞ്ഞോ. കട്ട്ലറ്റ് ഉണ്ടാക്കും. ഐസ്ക്രീം, പൊട്ടറ്റോ ഐസ്ക്രീം ഉണ്ടാക്കൂ. ഐസ്ക്രീം ഉണ്ടാക്കും. അത് ശരി, എന്ത് ഐസ്ക്രീമാണ്? ബീറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാറ്. കൊതിപ്പിക്കല്ലേ പൊന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത റൗണ്ട് മത്സരത്തിലേക്ക് പോകാം. മൂന്നാം റൗണ്ട് മത്സരം 3000 രൂപ ഉറപ്പായും കിട്ടുന്ന മത്സരമാണ് കേട്ടോ. ഇതിന്ന് ഗെയിം എടുത്തേ. മൂന്നാം റൗണ്ട് മത്സരമാണ്. ഗെയിമിന്റെ പേര് വഴിമുടക്കി എന്നാണ്. ഗെയിം വേറെ ഒന്നല്ല, നമ്മളൊരു വളയം വെച്ചിട്ടുണ്ടാകും. അതിന്റെ മുമ്പിൽ വഴിമുടക്കിയായിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും. ബോൾ തരും. ബോള് ബൗൺസ് ചെയ്ത് ആ വളയത്തിന്റെ ഉള്ളിൽ കൂടെ ചാടിക്കണം. പക്ഷെ ഈ വഴിമുടക്കിയിൽ മുട്ടരുത്. റെഡി? റെഡി അല്ലേ? എല്ലാവരും നിങ്ങൾ റെഡി അല്ലേ സപ്പോർട്ട് ചെയ്യാനായിട്ട്? അപ്പോൾ 80 സെക്കൻഡ് സമയത്തിനുള്ളിൽ ബോളുകൾ ഇതിൽ മുട്ടാതെ ആ വളയത്തിലൂടെ ചാടണം. നമുക്കൊരു 3 ബോളുകൾ അപ്പുറത്തെത്തിക്കണം. ഓക്കെ, 3 ബോൾ എന്ന് പറഞ്ഞപ്പോൾ എന്താ ഒരു ടെൻഷൻ പോലെ. പക്ഷെ അവിടെ അത്രേ ഉള്ളൂ, ഒരു 4-5 എണ്ണം കൂടി കൊടുക്കായിരുന്നു എന്നൊക്കെ ഉള്ള കമന്റ് ഉണ്ട്. തരട്ടെ? വേണ്ട. ഓക്കെ, എന്നാ നമ്മൾ സമയം കളയുന്നില്ല. റെഡിയായി നിന്ന് ഒരു ബോൾ എടുത്ത് കൈ പിടിച്ചോ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. അടിപൊളി. ബൗൺസ് ചെയ്ത് പോട്ടെ. അടിപൊളി. നന്നായിട്ട് കൈ അടിച്ചേ. നന്നായിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ പോട്ടെ. അത് പോയിട്ടില്ല. ഇതിൽ മുട്ടിട്ടോ, മുട്ടാതെ പോട്ടെ. 1, 2. അത് ഇതിൽ മുട്ടി. പതുക്കെ ചെയ്താൽ മതി, നോക്കി ചെയ്താൽ മതി. 3.
3000 രൂപ സ്വന്തമാക്കി വിസ്മയ നിൽക്കുകയാണ്. വിസ്മയ്ക്ക് 3000 രൂപ കിട്ടുമ്പോൾ കണ്ടിരിക്കുന്നവരുടെ സന്തോഷത്തിനായിട്ട് നമുക്കൊരു കുഞ്ഞ് ചോദ്യം ചോദിച്ചാലോ? റെഡിയല്ലേ? ചോദ്യത്തിന് ഉത്തരം അറിയാവുന്ന ആൾ പെട്ടെന്ന് കൈപൊക്കുക. ബാക്കി കാര്യങ്ങൾ അവിടെ വന്നിട്ടായിരിക്കും. റെഡിയല്ലേ? ചോദ്യം ഇതാണ്. ഇത് കുസൃതി ചോദ്യമാണ്, എന്നാൽ അതൊരു സീരിയസ് ചോദ്യവുമാണ്. റെഡിയല്ലേ? 9 1 പോയ സാധാരണ 8 ആവാറ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ കണക്ക്? അതെ. പക്ഷെ ഇത്തവണ 9 1 പോകുമ്പോൾ 10 ആകും. അതെങ്ങനെയാണെന്നൊന്ന് പറയാമോ? ആർക്കാ ഉത്തരം കിട്ടുന്നേ? ആർക്കാണ് ഉത്തരം കിട്ടുന്നേ? ആ കൈവൊക്കെ ആളൊന്നിങ്ങ് വന്നേ. എങ്ങനെ 9 1 പോയ 10 ആവുന്ന ഒന്ന് പറഞ്ഞേ. റോമൻ ലെറ്ററിൽ നിന്ന് 9 എഴുതിയിട്ട് 1 മാറ്റാ 10. ഒരു നല്ല കൈഡി കൊടുത്തേ, നല്ല കൈഡി കൊടുത്തേ. ഇതേ ഗൂഗിൾ നോക്കി ഉത്തരം പറഞ്ഞാണോ? അല്ല അല്ല അല്ല. എന്താ PSC പഠിക്കുന്നുണ്ടോ? ഓക്കെ, എന്താ പേര്? നിതിൻ. നിതിൻ. നിതിൻ എന്തായാലും ഉത്തരം പറഞ്ഞല്ലേ? നമുക്ക് എല്ലാവർക്കും ഒരു രസത്തിന് വേണ്ടി ഒരു ചെറിയ ഗെയിമും കൂടി കൊടുക്കട്ടെ ഞാൻ. നിതിൻ റെഡിയല്ലേ? നിതിന് ഇനി ഞാൻ എന്ത് ചോദിച്ചാലും അതിനുള്ള ഉത്തരം പറയേണ്ടത് ക്ര എന്ന അക്ഷരത്തിൽ നിന്ന് തുടങ്ങിയിട്ടാവണം. റെഡിയല്ലേ? എന്താ പേര്? നിതിൻ. നിതിൻ എന്ന് പറയണ്ട, കൃതിൻ. അത് മതി. ഒന്നുകൂടി ട്രൈ ചെയ്യാം. എന്താ പേര്? കൃതിൻ. എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? കൃതിക്കുന്നു. കൃതിക്കുന്നല്ല, എന്ത് കൃതിക്കുന്നു? ഓക്കെ, ഭക്ഷണം കഴിച്ചോ? ക്രില്ല. ഗ്രില്ല. ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? പറ. അത് പോരട്ടെ. കൃത്യ. കൃത്യ. കൃത്യോ? അതൊരു സാധന ഫുഡ്. സദ്യ. സദ്യ എന്ന് പറഞ്ഞാണോ കൃത്യാന്ന്? ഓക്കെ. ഏത് കറിയാ ഇഷ്ടം? കൂട്ട്. എന്ത് കറി ഇഷ്ടം? ക്രീട്ട് കറി. ക്രീട്ട് കറി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ക്രച്ചൻ, കമ്മ, പിന്നെ ക്രേട്ടൻ. ക്രേട്ടൻ. ക്രേട്ടൻ എന്താണ് ചെയ്യണത്? ക്രേട്ടൻ ഗൾഫിലാണ്. ഗൾഫിലാണ്. ഗൾഫിൽ എന്ത് പണിയാണ് ചെയ്യുന്നത് ക്രേട്ടൻ? ക്രിമിനേഷൻ ക്രിഫർ. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. അപ്പൊ നമ്മുടെ കൃതിൻ നന്നായിട്ട് മത്സരിച്ചു അല്ലേ? കൃതിനുള്ള സമ്മാനം കൊടുക്കട്ടെ. നിതിനുള്ള സമ്മാനം മറ്റൊന്നുമല്ല, നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന ഒരു കിടിലൻ ഷർട്ടാണ്. വല്ലൊരു കൈയ്യടി കൊടുത്തേ. അപ്പൊ പൊളിച്ചെടുക്കും മച്ചാനെ, അടിപൊളിയായിരുന്നു. അപ്പോ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ മത്സരങ്ങളൊക്കെ നടത്തി ഇനി പ്രധാനപ്പെട്ട മത്സരത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയാണ്. നമ്മുടെ വിസ്മയ അവിടെ നിൽക്കുകയാണ്. വിസ്മയക്ക് ഒരിക്കൽ കൂടി നല്ല കൈയ്യടി കൊടുത്തേ. വിസ്മയക്ക് 2000 രൂപ ഞാൻ കൊടുക്കാനുണ്ട് അല്ലേ? അതെ. അത് വേണ്ടേ? വേണം. ഓക്കെ, ആ വേണത്തിന് എന്താണ് ഒരു ഇത്തിരി കട്ടി കൂടുതല്? ഓക്കെ. അനിയ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? 2000 രൂപ ബാലൻസ്. ഇപ്പൊ മൊത്തം 3000 രൂപയായി വിസ്മയുടെ കയ്യില്. നല്ല കൈയ്യടി കൊടുത്തേ. ഇനി വിസ്മയക്ക് 3000 കൊടുത്തു. വിസ്മയക്ക് 5000ത്തിന്റെ അടുത്ത റൗണ്ടിലേക്ക് പോകണം. അതിനുള്ള ഗെയിം എടുക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ നിങ്ങളുടെ ഇടയിലുള്ള മുദ്ര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു സൂപ്പർ ബമ്പർ ഗിഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. 1ാം സമ്മാനം. അത് ആർക്കാണ് എന്നുള്ളതും അത് എന്താണ് എന്നുള്ളതും ഒക്കെ ചെറിയ സസ്പെൻസ് ആണ്. തൽക്കാലം നമ്മൾ എടുക്കുന്നു സി കേരളം സൂപ്പർ ബമ്പറിൽ ഒരു കുട്ടി ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. വിസ്മയ റെഡി ആയിട്ട് നിൽക്കുന്നു. വിസ്മയക്ക് ഇനി 5000ത്തിന്റെ റൗണ്ടിലേക്ക് കിടക്കണം. ഇത് ജയിച്ചാലാണ് ഉറപ്പായും കിട്ടുന്ന 10000 രൂപയുടെ റൗണ്ടിലേക്ക് നമ്മൾ എത്തുള്ളൂ. ഓക്കെ. ഇതൊരു നല്ല ഗെയിം ആയിരിക്കട്ടെ, എളുപ്പത്തിൽ ജയിക്കാൻ പറ്റട്ടെ. എന്തായാലും ഗെയിം എടുത്തോളൂ. അപ്പോ വിസ്മയക്കുള്ള അടുത്ത ഗെയിം എന്ന് പറയുന്നത് നമ്മൾ ഈ ഞാണുമേ കളി എന്നൊക്കെ പറയുന്ന പോലെ കോലിന്മേൽ കളി ആണ് ഗെയിം. ഇതെന്താ സംബന്ധിച്ച് നമ്മളൊരു സ്റ്റിക്ക് തരും, അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിന്റെ മുകളിൽ ഒരു വളയവും ബോളും തരും. ഒന്നല്ല, കുറച്ച് തരും. ഈ വളയം ബോള്, വളയം ബോള്, വളയം ബോള് എന്ന് പറഞ്ഞിട്ട് ഈ കോലിന്റെ മുകളിൽ ബാലൻസ് ചെയ്ത് പിരമിഡ് പോലെ ഉണ്ടാക്കലാണ് ഗെയിം. റെഡി? ബാലൻസിങ് ആണ്. അപ്പൊ അത് പയ്യെ സൂക്ഷിച്ചു വെക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ ചീട്ട് കൊട്ടാരൊക്കെ ഉണ്ടാക്കുന്ന പോലെ. റെഡി അല്ലേ? റെഡിയാണ്. ഓക്കെ. അപ്പൊ നല്ലൊരു കൈയ്യടി കൊടുത്തേ വിസ്മയക്ക്. അപ്പോ വിസ്മയ 5000ത്തിന്റെ റൗണ്ട് കടക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. 60 സെക്കൻഡ് സമയമാണ് വിസ്മയുടെ കയ്യിലുള്ളത്. ഇതാണ് നമ്മുടെ കോല്. ഇതിന്റെ മുകളിലാണ് കോൽക്കളി നമ്മൾ നടത്തേണ്ടത്. ഒരു ബോൾ എടുത്ത് ആദ്യം ഇതിൽ വെക്കുക. അതിന്റെ മുകളിൽ ഒരു ട്രേ കമഴ്ത്തിയും പിന്നൊന്ന് മലത്തിയും വെക്കുക. വീണ്ടും ഒരു ബോള്, വീണ്ടും ഒരു 2 ട്രേ വരും. അപ്പോൾ
2 സെറ്റ് ട്രേയും 2 ബോളും ഇതിന്റെ മുകളിൽ പിരമിഡ് പോലെ എത്തുകയാണ് 60 സെക്കൻഡ് കൊണ്ട് വേണ്ടത്. 60 സെക്കൻഡേ ഉള്ളൂ എന്ന് കരുതിയിട്ട് വിസ്മയ ടെൻഷൻ അടിച്ചിട്ട് വളരെ ധൃതി ഒന്നും കാണിക്കേണ്ട. കാരണം അതിന്റെ ബാലൻസിങ് നോക്കി കറക്റ്റായിട്ട് വെച്ച് പോവുക. ബാക്കി നമുക്കെല്ലാം ദൈവത്തിന് വിടാം, അല്ലാണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാമല്ലോ. തുടങ്ങാം നമുക്ക്. റെഡി, പൊസിഷനിൽ നിന്നോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരു നല്ല കൈഡി കൊടുത്തേ വിസ്മയ്ക്ക് നല്ലൊരു കൈഡി കൊടുത്തേ. സാവധാനം വെച്ചാൽ മതി. ആ ബോൾ ബാലൻസിങ് ആയിട്ട് ഇത് അതിന്റെ മുകളിൽ കറക്റ്റ് ആയിട്ട് വെക്കണം. ചെരിഞ്ഞ് ഇരുന്ന ഇത് നിലത്തേക്ക് വീഴും. ചെരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക, കറക്റ്റ് ആയിട്ട് വെക്കുക. ഓക്കെ, അതിന്റെ മുകളിൽ ഇത് വെക്കുക. പതുക്കെ 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 വെച്ചാൽ മതി. പതുക്കെ വെച്ചാൽ ബാലൻസിങ് ആയിട്ടോ? ഉറപ്പാണോ? അടുത്ത ബോൾ വെച്ചോളൂ. അടുത്ത ബോൾ. നല്ലൊരു കൈഡി കൊടുത്തേ, നല്ലൊരു കൈഡി കൊടുത്തേ. ആ, അടിപൊളി. ഇനി സൂക്ഷിച്ചിട്ടാ, സൂക്ഷിച്ച്. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എന്താണ്? നല്ലൊരു കൈഡി കൊടുത്തേ, നല്ലൊരു കൈഡി കൊടുത്തേ. അടിപൊളി. പയ്യെ സൂക്ഷിച്ച് വെച്ചിട്ട് സമയമുണ്ട്. നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയേക്കാണ്. നല്ലൊരു കൈഡി കൊടുത്തേ. പയ്യെ വെച്ചിട്ട് പയ്യെ. ഒന്ന് തുള്ളി ചാടിക്കോ, അത് ജയിച്ചതല്ലേ. ആള് വിസ്മയത്തോടു കൂടി നിൽക്കുകയാണ്. 5000 റൗണ്ടും നടന്ന് 10000 റൗണ്ടിലെത്തി വിസ്മയ. നമ്മൾ ഇനി 10000 റൗണ്ടിലേക്ക് കടക്കുകയാണ് വിസ്മയ. ഒരു സന്തോഷം സമാധാനമൊക്കെ തോന്നുന്നുണ്ടോ ഇപ്പോ? സന്തോഷമുണ്ട്. സമാധാനം ഇല്ല, സമാധാനിക്കാറായിട്ടില്ല. ഓക്കെ, 10000 രൂപ അങ്ങനെ കിട്ടിയാൽ എന്ത് ചെയ്യും? അത് ഇത്തിരി ഹ്യൂജ് എമൗണ്ട് ആണ്. 1000-2000 പോലെ ഒന്നും അല്ല. എന്ത് ചെയ്യും? എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അനിയച്ചാര അവിടെ നിന്ന് എനിക്ക് പകുതി എന്നൊക്കെ പറയുന്നത് എനിക്ക് കേൾക്കാം കേട്ടോ. എന്റെടാവേ. ഓക്കെ, എന്ത് ചെയ്യും? 10000 രൂപ കിട്ടി എന്ത് ചെയ്യും? ഇപ്പൊ 10000 രൂപ കിട്ടിയാ ലോൺ അടയ്ക്കാൻ കൊടുക്കണം എന്നുണ്ട് അച്ഛന്. അയ്യോ, നല്ലൊരു കൈഡി കൊടുത്തേ. അച്ഛൻ ഇവിടെ ഉണ്ടോ? എന്താ പേര് പറഞ്ഞേ? ശിവൻ ചേട്ടൻ എവിടെയാ? ശിവൻ ചേട്ടാ ഒന്ന് കൈവയ്ക്കേ. ഒന്ന് ആഞ്ഞു പ്രാർത്ഥിച്ചോ. ലോൺ അടയ്ക്കാനുള്ള പൈസ ചിലപ്പോൾ റെഡി ആവാൻ സാധ്യത ഉണ്ടെങ്കിലോ. 10000 രൂപയാണ്, കിട്ടട്ടെ. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. നമുക്ക് എന്തായാലും ഗെയിം എടുക്കാം. റെഡി. പതിനായിരം രൂപ കിട്ടി ലോൺ അടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ഗെയിം എന്ന് പറയുന്നത് തട്ടിൻ പുറത്തെ കോട്ടയാണ്. 2 പേര് വേണം മത്സരിക്കാൻ, അതായത് ഒരാളും കൂടി വേണം. നമ്മൾ 2 കോലുകൾ തരും. ആ കോലിന്റെ മുകളിൽ ഒരു പ്ലേറ്റ് പോലെ സംഭവിച്ചാൽ അതിങ്ങനെ നമ്മൾ കക്ഷത്ത് ചേർത്ത് പിടിച്ച് നിൽക്കണം. ഓക്കെ, എന്നിട്ട് കുറച്ച് ഗ്ലാസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ മുകളിൽ വെച്ച് ബോളും ഗ്ലാസും വെച്ചിട്ട് നേരത്തെ പിരമിഡ് ഉണ്ടാക്കിയില്ലേ, അതുപോലെ ഈ തട്ടുംപുറത്ത് നമ്മൾ പിരമിഡ് ഉണ്ടാക്കണം. അതാണ് ഗെയിം. റെഡി അല്ലേ? റെഡിയാണ്. 10000 രൂപയുടെ റൗണ്ടാണ്. ഇത്തിരി ടഫ് ഗെയിം ആണ്. അപ്പോൾ അതിനു മുമ്പ് രംഗം ഒന്ന് കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്തു തരാൻ നമ്മുടെ നാട്ടിൽ കുറച്ച് പിള്ളേർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടാലോ ആദ്യം? റെഡി അല്ലേ? അപ്പോ ഇവിടത്തെ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് ഇനി പൊളിച്ചെടുക്കാം നമുക്ക്. Abusadamente. One more remix.
दिल धड़काए और सीटी बजाए, हाय दिल धड़काए सीटी बजाए, बीच सड़क पे नखरे दिखाए सारे, हो करके इशारे, हो लड़की हो लड़की ओ लड़की आंख मारे ओ लड़की आंख मारे ओ लड़की आंख मारे। Báilame como si fuera la última y enséñame ese pasito que nos un besito bien suavecito, bebé. Taqui taqui, taqui taqui rum. Báilame como si fuera la última vez y enséñame ese pasito que no sé, un besito bien suavecito, bebé. Taqui taqui, taqui. വിസ്മയക്ക് 10,000 രൂപ കിട്ടേണ്ട റൗണ്ടാണിത്. 10,000 രൂപ കിട്ടുക എന്ന് പറയുമ്പോൾ അതിൽ വേറൊരു സംഭവം കൂടി ഉണ്ട്. നേരെ നമ്മൾ 25,000 രൂപയുടെ റൗണ്ടിലേക്ക് കിടക്കും കൂടിയാണ് ഇവിടെ. അതിനുവേണ്ടി പിന്നെ വേറെ റൗണ്ട് ഇല്ല. ഓക്കെ, 40 സെക്കൻഡേ ഉള്ളൂ പക്ഷെ കയ്യിൽ ഇത്തവണ. സഹായിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? രഞ്ജിത്ത് ആണ് സഹായിക്കാൻ വന്നിരിക്കുന്നത്. 40 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട പണികൾ ഞാൻ പറഞ്ഞുതരാം. ഈ 2 കോലും 2 പേരുടെയും കക്ഷത്ത് എത്തിച്ചിട്ട് ബാലൻസ് ചെയ്യുക. അതിന്റെ മുകളിൽ ഇത് ബാലൻസ് ചെയ്ത് വെക്കുക. ദെൻ വിസ്മയ അവിടെ ഇരിക്കുന്ന ഗ്ലാസും ബോളും കണ്ടല്ലോ, ഒരു ഗ്ലാസ് എടുത്ത് വെക്കുക, ബോൾ എടുത്ത് വെക്കുക, ഗ്ലാസ് എടുത്ത് വെക്കുക, ബോൾ എടുത്ത് വെക്കുക, ഒരു സെറ്റ്. അങ്ങനെ 2 സെറ്റ് ഉണ്ടാക്കണം 40 സെക്കൻഡിനുള്ളിൽ. റെഡി അല്ലേ? തുടങ്ങാം. എല്ലാവരും ഒന്ന് ആഞ്ഞ് പ്രാർത്ഥിച്ചോ, വിസ്മയക്ക് 10,000 രൂപ കിട്ടട്ടെ അല്ലേ? അപ്പോ നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിക്കോ, ഒട്ടും വൈകണ്ട, പെട്ടെന്ന് ആയിക്കോട്ടെ. റെഡിയാക്കി വെച്ചോ. അത് ബാലൻസ് ചെയ്തോ. ഇനി അതിന്റെ മുകളിൽ ഇത് വെച്ചോ. റെഡി, അടിപൊളി. അത് കുറച്ചും കൂടി കറക്റ്റ് അല്ലേ? നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചു കൊടുത്തോ. ഇത് ലൂസായി പോകരുത്. വിസ്മയക്ക് പറ്റും. വിസ്മയ ടെൻഷൻ ഒന്നും വേണ്ട. അടിപൊളി, നല്ലൊരു കൈ കൊടുത്തേ. വേഗം എടുത്ത് വെച്ചോ. ടെൻഷൻ ഒന്നും വേണ്ട. ടെൻഷൻ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ടെൻഷൻ ഒന്നും വേണ്ട. ഇത് ഓർഡർ വിട്ടിരുന്നുണ്ട് ടെസ്റ്റിന്. ഓക്കെ, അത് വെച്ചോ. നന്നായിട്ട് കൈയ്യുടെ എടുത്തേ. ടെൻഷൻ ഒന്നും വേണ്ട. പയ്യെ ചെയ്താൽ മതി. സമയം ഓക്കെ. അതിന്റെ മുകളിൽ ഇനി ഒരു ഗ്ലാസ് കൂടി എടുത്ത് വെക്കണം. ഗ്ലാസ് കറക്റ്റായിട്ട് വെച്ചേക്കാം. അത് ആദ്യം പോകുന്ന കറക്റ്റ്. ഓക്കെ, ആ ഗ്ലാസ് ഒന്ന് കറക്റ്റായിട്ട് വെച്ച് ഇനി അതിന്റെ മുകളിൽ ഒരു ബോളും കൂടി എടുത്ത് വെച്ച് എല്ലാവരും ഒന്ന് കൈയടിച്ചേ. അടിപൊളി. ഒന്നാമത്തെ ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ അതുപോലെ തന്നെ സെറ്റ് ചെയ്യട്ടെ. വിസ്മയെ സെറ്റ് ചെയ്യട്ടെ. പയ്യെ ചെയ്താൽ മതി. സൂക്ഷിച്ച് ബാലൻസ് ചെയ്ത് ചെയ്യണം. 10,000 രൂപയാണ് നമുക്ക് കിട്ടേണ്ടത്. അതിന്റെ മുകളിലോടും കൂടി 10,000 രൂപ കിട്ടോ? ഒരു ബോളും കൂടി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ 10,000 രൂപ കിട്ടി. വിസ്മയ, 10,000 രൂപ കൈ കിട്ടി. ലോൺ അടയ്ക്കാം അല്ലേ? അതെ, അടയ്ക്കാം. എല്ലാവരോടും ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞേ. വൻ സപ്പോർട്ടായിരുന്നു. താങ്ക് യു ഓൾ. ഈ നിൽക്കുന്നവനോ? താങ്ക് യു രഞ്ജിത്തേട്ടാ. രഞ്ജിത്തിനെ ഞാനൊന്ന് കാര്യമായിട്ട് പരിചയപ്പെടട്ടെ. രഞ്ജിത്ത് എന്ത് ചെയ്യുന്നു? ഡിഗ്രി ചെയ്യുന്നു. ഡിഗ്രി എന്താ വിഷയം? മലയാളത്തിൽ കഥയൊക്കെ എഴുതും. കവിത എഴുതും. സ്വന്തമായിട്ട് എഴുതിയ കവിത ചൊല്ലാൻ പറ്റുമോ? അന്നാ സ്വന്തമായിട്ട് എഴുതിയ കവിത ഒന്ന് കേട്ടാലോ രഞ്ജിത്തിന്റെ? റെഡിയല്ലോ? ഒരു നല്ല കൈഡ് കൊടുത്തേ. അത് പൊളിച്ചു. പെട്ടെന്നാണ് ഒരു കവി നമ്മുടെ മുമ്പിൽ ഒന്ന് ചാടിയത്. പിന്നെ വെറുതെ വിടാൻ പറ്റുമോ നമുക്ക്? കേട്ടാലോ? ചൊല്ലിക്കോ. പ്രിയ സഖി നീ എൻ്റെ കൂട്ടുകാരി, ഇനി ഇന്നും ഇന്നെൻ്റെ ദർപ്പണമായി. പ്രിയ സഖി നീ എൻ്റെ കൂട്ടുകാരി, ഇനി ഇന്നും ഇന്നെൻ്റെ ദർപ്പണമായി.
അരികിലായി കൂടെ നീ ഉണ്ടാവുമോ സഖി, ഇനി വരും ഭാവിയിൽ ഉണ്ടാകുമോ? കാലാന്തരത്തിൻ കലാലയ വീതിയിൽ ഞാനേകനായി നടന്നൊരു നാൾ, കാലാന്തരത്തിൻ കലാലയ വീതിയിൽ ഞാനേകനായി നടന്നൊരു നാൾ. ആരാണു നീ എനിക്കറിയാതിരുന്നു നീ, എവിടെന്നു വന്നൊന്നു ചൊല്ലിടാമോ? ആരാണു നീ എനിക്കറിയാതിരുന്നു നീ, എവിടെന്നു വന്നൊന്നു ചൊല്ലിടാമോ? ഒരു ഗംഭീര കവിയെ കൂടി നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എന്തായാലും വിസ്മയക്ക് 10,000 രൂപ നേടിക്കൊടുത്ത പാർട്ട്ണറാണ്, ഒപ്പം ഒരു കവിയാണ്, നല്ലൊരു കവിത ചൊല്ലി, അതുകൊണ്ട് ഒരു സമ്മാനം കൊടുത്തിട്ട് വിടാം അല്ലേ? അപ്പോൾ വിസ്മയെ 10,000-ലേക്ക് എത്തിച്ച നമ്മുടെ പ്രിയ കവി രഞ്ജിത്തിന് നമ്മൾ കൊടുക്കുന്നു ഫോർവിഷ് മാട്രസ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ്. ഒരുപാട് കവിതകളൊക്കെ ഇനിയും ഉണ്ടാവട്ടെ. ഓക്കെ, കാണാം. ബൈ, താങ്ക് യു. അപ്പോൾ വിസ്മയക്ക് 10,000 രൂപ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ആ 10,000 രൂപയുടെ ബാലൻസ് നമ്മൾ അങ്ങോട്ട് ഇപ്പം തരുന്നതായിരിക്കും. ഒപ്പം സൂപ്പർ ബമ്പർ റൗണ്ടിലേക്ക് വിസ്മയ കടന്നിരിക്കുന്നു 25,000 രൂപയുടെ. ഓക്കെ, ആ സന്തോഷത്തിൽ നമുക്ക് ഒരു കുഞ്ഞ് ബ്രേക്ക് എടുക്കണം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വേറൊരു സൂപ്പർ ബമ്പർ സമ്മാനം കൂടി ഇന്ന് കൊടുക്കുന്നുണ്ട്. മുദ്ര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സൂപ്പർ ബമ്പർ സമ്മാനം. ഇതെല്ലാം ബ്രേക്കിന് ശേഷമായിരിക്കും. സി കേരളം സൂപ്പർ ബമ്പറിൽ ഇനി ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. അതിൽ വിസ്മയ 10,000 രൂപയും റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സന്തോഷമായില്ലേ? സന്തോഷമാവണമെങ്കിൽ ഞാൻ ഇനി ബാലൻസ് പൈസ തരണോ അല്ലേ? ഒരു 7,000 രൂപ അങ്ങനെ എത്താനില്ലേ? എന്നാ പിടിച്ചോ. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് 7,000 രൂപ അങ്ങോട്ട് ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരു നല്ല കൈഡി കൊടുത്തേ. ടോട്ടൽ 10,000 രൂപയായി നമ്മുടെ വിസ്മയയുടെ കയ്യിൽ. ഇനി സൂപ്പർ ബമ്പർ റൗണ്ടാണ്, 25,000 രൂപയുടെ റൗണ്ടാണ്. കുറഞ്ഞ സെക്കൻഡിനുള്ളിൽ ഒരു ഗെയിം ജയിച്ചു കഴിഞ്ഞാൽ 25,000 രൂപ സൂപ്പർ ബമ്പർ അടിക്കും. നോക്കാം നമുക്ക് എന്തായാലും. ഇനി എല്ലാം ദൈവത്തിന് വിട്ടോ, 20 സെക്കൻഡേ ഉള്ളൂ. അതുകൊണ്ട് റെഡി? അപ്പോൾ ഇതിന്ന് ഗെയിം എടുത്തേ. ഈ ഗെയിമിന്റെ പേര് കാൽ ത്രോ എന്നാണ്. പറഞ്ഞു വരുമ്പോൾ ഗെയിം വളരെ ചെറിയ ഗെയിമാണ്, പക്ഷെ 20 സെക്കൻഡേ നമ്മുടെ കയ്യിലുള്ളൂ. ബോളുകൾ ഉണ്ടാവും, നമ്മുടെ കാലിൽ ബോൾ എടുത്ത് ബാലൻസ് ചെയ്ത് വെക്കണം. ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ത്രോ ചെയ്ത് ആ ബാസ്ക്കറ്റിലേക്ക് ഇടണം ആ ബോൾ. അതാണ് ഗെയിം. പറയാൻ ഭയങ്കര സിമ്പിളാണ്, ചെയ്യാൻ അത്ര സിമ്പിൾ ആവാൻ സാധ്യതയില്ല. പിന്നെ 20 സെക്കൻഡേ ഉള്ളൂ. പക്ഷെ നമുക്ക് നോക്കാം, കിട്ടുമോ നോക്കാം. എന്തായാലും കാൽ ത്രോയുമായിട്ട് വിസ്മയ കടക്കുന്നു നമ്മുടെ സൂപ്പർ ബമ്പർ റൗണ്ടിലേക്ക്. അപ്പോ ആടുജീവിതമൊക്കെ വായിച്ചിട്ടുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഊർജം ഉള്ളിൽ കരുതിക്കോ. ജയിച്ചാലും തോറ്റാലും നമുക്കൊന്നുമില്ല, പക്ഷെ നമ്മളിത് ജയിക്കും. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു ബോൾ എടുത്ത് വെക്കുക, ബാലൻസ് ചെയ്യുക, അതിലേക്ക് ഇടുക. 20 സെക്കൻഡ് സമയമുണ്ട്. 2 ബോൾ അതിനകത്ത് എത്തണം. അതാണ് ഗെയിം. റെഡി? 2 ബോൾ. ഓക്കെ, അപ്പോൾ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നല്ലൊരു കൈ കൊടുത്തേ, ശരിക്കും പ്രോത്സാഹിപ്പിച്ചേ, ശരിക്കും പ്രോത്സാഹിപ്പിച്ചേ, ശരിക്കും പ്രോത്സാഹിപ്പിച്ചേ. ട്രൈ ചെയ്യ്. അതിങ്ങനെ താഴെ കൂടെ കുറച്ച് പൊക്കി എറിയാൻ നോക്കും. അത് തന്നെ. ഒന്നുകൂടി ട്രൈ ചെയ്യും. കാല് താഴെ പൊക്കി എറിയും. അത് ഇവിടെ തന്നെ പോവാം. ട്രൈ ചെയ്യും. ആള് അത് പോകും എന്നുള്ളൊരു വിശ്വാസം കളിക്കുന്നതൊരു ഡൗട്ട്. നന്നായിട്ട് കൈയടിച്ചേ. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. കൗണ്ട് ഡൗണിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൗണ്ട് ഡൗൺ തുടങ്ങാൻ പോവുകയാണ്. കൗണ്ട് ഡൗൺ തുടങ്ങട്ടെ? വേണ്ടാണോ? എത്തിക്കൊണ്ടിരിക്കുന്നു. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. വിസ്മയ 10,000 രൂപ കിട്ടിയിട്ടുണ്ട്.
ഒപ്പം നമ്മൾ വേറെ 2 സമ്മാനം കൂടി കൊടുക്കാൻ പോവാണ്. സ്വന്തമായിട്ട് ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുന്ന ആളല്ലേ, എന്നാലും നമ്മളെ വക പിടിച്ചോ. കാരവൻ ഐസ്ക്രീം പാർലർ നൽകുന്ന ഒരു അടിപൊളി സമ്മാനം, അതുപോലെ തന്നെ ക്വാൻലി നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. ഓക്കെ, സന്തോഷമായില്ലേ? ശരിക്കും സന്തോഷായി. ശരിക്കും സന്തോഷത്തിലല്ലേ? ശരിക്കും ശരിക്കും ശരിക്കും. അതാണ്. അനിയച്ചാരും സന്തോഷത്തിലല്ലേ? അതാണ്, അനിയച്ചാരും സന്തോഷത്തിലാണ്. അപ്പൊ വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയുക. വീടിനോട് ഒരുപാട് സ്നേഹമുള്ള കുട്ടി തന്നെയാണ്. എന്തായാലും കളിച്ച് 10,000 രൂപ മേടിച്ച് ദേ അച്ഛനും കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്ന ഒരു നല്ല കൈഡി കൊടുത്തേ. സി കേരളം സൂപ്പർ ബമ്പറിൽ നമ്മൾ ഇനി അടുത്ത മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ലോട്ട് എടുക്കണം, അതിനൊരു പാട്ടും കേൾക്കണം. പാട്ട് പാടിത്തരാൻ ഒരു കുഞ്ഞുവാവ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നു. ഒരു നല്ല കൈഡി കൊടുത്തേ. അപ്പൊ ഈ കൊച്ചു മിടുക്കിയാണ് നമുക്ക് വേണ്ടി പാട്ട് പാടി തരുന്നതും പിന്നെ ലോട്ട് എടുക്കാൻ പോകുന്നതും അടുത്ത മത്സരാർത്ഥിനെ അല്ലേ? എന്താ മിടുക്കി കുട്ടിയുടെ പേര്? അയ്യോ, അത് ഭയങ്കര പതുക്കെ ഇത്തിരി ഉറക്ക പറഞ്ഞേ. അടിപൊളി, നല്ലൊരു കൈഡി കൊടുത്തേ. റോമ സുഭാഷിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അമ്മാമ, മുത്തശ്ശൻ. ഓക്കെ, എന്നാ നമുക്ക് പാട്ട് പാടിയാലോ? പാടിക്കോ. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. കളിമെയ്യുന്ന പുല്ലാടിക്കാച്ചിൽ കണ്ണിമങ്ങ കടിച്ചു നടക്കാം. കാച്ചിൽ പാദസ്വരങ്ങൾ കിളുക്കാം. ഒന്നിമഞ്ചാടിക്കുന്നിലിറാം. അടിപൊളി, നല്ലൊരു കൈഡി കൊടുത്തേ. ഇനിയാണ് റോമ വന്ന കാര്യം, പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ പോകുന്നത്. ഇങ്ങോട്ട് വന്നേ. ഇതിന്റെ ഉള്ളിൽ നിന്ന് റോമ ഒരു പേരെടുത്ത് എനിക്ക് തന്നേ. അമ്പോ, കൈ എത്തിയില്ല, എന്നാലും ആള് ചാടി എടുത്തു കേട്ടോ. നല്ലൊരു കൈഡി എടുത്തേ നമ്മുടെ റോമയ്ക്ക്. ഓക്കെ, താങ്ക് യു മോളെ. അപ്പോ നമ്മുടെ സി കേരളം സൂപ്പർ ബമ്പറിൽ റോമമോള് എടുത്തു നിന്ന അടുത്ത മത്സരാർത്ഥി അർച്ചന. ഉത്സവമായി, മത്സരമായി, ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ. വണക്കം അർച്ചന. താങ്ക് യു. എന്താണ് ഫുൾ നെയിം? അർച്ചന രുദ്രാക്ഷ്. അർച്ചന രുദ്രാക്ഷ്. അർച്ചന രുദ്രാക്ഷ്. സുരേഷ് ഗോപിയുടെ സിനിമ പേര് പോലെ ഉണ്ടല്ലോ അത്. രുദ്രാക്ഷം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഈ രുദ്രാക്ഷം എന്ന് പറഞ്ഞ പേര് എങ്ങനെ എന്റെ പിന്നാലെ വന്നു? എന്റെ അച്ഛന്റെ പേര് വേണുഗോപാൽ എന്നാണ്. അപ്പൊ ഞാൻ ഇപ്പോ എന്താ പറയാ, സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വേറൊരു ഫീൽഡിലാണ്. എന്ത് ഫീൽഡിലാ? സിനിമ ഫീൽഡിലാണ്. അത് ശരി, സിനിമ ഫീൽഡിൽ എന്ത് ചെയ്യുന്നു? അസിസ്റ്റന്റ് ഡയറക്ടർ. മാഡം ഒരു ചാൻസ് പ്ലീസ്. നെക്സ്റ്റ് പടം. ഓക്കെ, ആരെ അസിസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോ ഡയറക്ടർ ബാല, തമിഴിലെ. ഓക്കെ, ബാലസാറിനെയാണ് അസിസ്റ്റ് ചെയ്യുന്നത്. വേറെ ഏതൊക്കെ മലയാളം ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? മലയാളം മമ്മൂക്കയുടെ പരോൾ ചെയ്തു 2018. ആരും ഒന്നും പറഞ്ഞില്ല, ഞാനും അറിഞ്ഞില്ല. ഓക്കെ, അപ്പോ സിനിമ ഫീൽഡിലാണ്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഒരു രസത്തിന് പേരൊക്കെ എഴുതി കാണിക്കുമ്പോ ഒരു ടൈറ്റിൽ ഇങ്ങനെ ഭംഗിക്ക് വേണ്ടിട്ടാണോ? ഡയറക്ടഡ് ബൈ അർച്ചന രുദ്രാക്ഷ്. ഒരു നല്ല കൈഡി കൊടുത്തേ. ഡയറക്ടഡ് ബൈ അർച്ചന രുദ്രാക്ഷ് എന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് വേറെ? മുത്തശ്ശി, അമ്മ, ചേട്ടൻ, ഞാൻ. അതുണ്ടാവുമല്ലോ, നമുക്കറിയാലോ. പിന്നെ 2 പട്ടിക്കുട്ടികളുണ്ട്, ലവ്ലി ആൻഡ് ബണ്ണി. ലവ്ലി ആൻഡ് ബണ്ണി. ലവ്ലി ആൻഡ് ബണ്ണി പേഴ്സ് ആണോ? അല്ല, പട്ടിക്കുട്ടികളാണ്. പേഴ്സ് ആണോ ലവ്ലി ആൻഡ് ബണ്ണി? അവരവര് പേരാണോ, സ്നേഹത്തിലാണോ, ഇഷ്ടത്തിലാണോ? ചേച്ചി അനിയനാണ്. അച്ചോടാ, ചേച്ചി അനിയനാണ്. ഓക്കെ, അടിപൊളി. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യത്തെ റൗണ്ട് മത്സരത്തിലേക്ക് പോവാലോ. 1000 രൂപയുടെ ആദ്യ റൗണ്ട് മത്സരം. അർച്ചന രുദ്രാക്ഷ് മത്സരിക്കാൻ പോകുന്നു. ലോട്ട് എടുക്കാം. നല്ല ഒരു ഗെയിം ആയിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ഈ ഗെയിം വളരെ രസകരമായ ഒരു പേരാണ്. നമ്മള് ബാലരമയും കളിക്കുടുക്കൊക്കെ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവമാണ് ടേയ് ടപ്പോ ടമാർ. നമ്മളിവിടെ ബലൂണുകൾ തൂക്കി പൊട്ടിച്ചിട്ടുണ്ടാവും, ഇവിടെ സ്റ്റിക്ക് വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റിക്ക് വന്നിട്ട് കടിച്ചെടുക്കണം, എന്നിട്ട് ചാടി കുത്തി പൊട്ടിക്കണം. കൈ ഉപയോഗിക്കരുത്. അതാണ് ഗെയിം. അതുകൊണ്ടാണ് ഈ ഗെയിമിന് നമ്മൾ പേരിട്ടത് ടേയ് ടപ്പോ ടമാർ. അപ്പോ അർച്ചനയുടെ ആദ്യ റൗണ്ടിൽ പങ്കെടുക്കാൻ പോവുകയാണ്. നമ്മൾ ബലൂൺ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഹാപ്പി സീൻ അല്ലേ? ഈ സ്റ്റിക്ക് കടിച്ചു പിടിച്ചിട്ടാണ് കുത്തി പൊട്ടിക്കേണ്ടത്. റെഡി അല്ലേ? ആ സ്റ്റിക്ക് ഒന്ന് തന്നേ. ഞാൻ അർച്ചനയ്ക്ക് വേറൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നിട്ടേ ഇട്ടോ, കാണാൻ ഭംഗി ഉണ്ടാവട്ടെ.
ഇട്ടോ. എന്തെങ്കിലും കാണാൻ പറ്റുണ്ടോ? ഒന്നും കാണാൻ പറ്റില്ലല്ലോ. രക്ഷപ്പെട്ടു. ഇത് പിടിച്ചേ. ഓക്കെ, 120 സെക്കൻഡ് സമയമുണ്ട്. ഇതൊന്ന് നോക്കി വെച്ചോ. ഇതിൽ നിന്ന് ഒരു 6 എണ്ണം പൊട്ടിക്കണം. റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കുത്തിക്കോ കുത്തിക്കോ, ഇപ്പൊ പൊട്ടും, ഇപ്പൊ പൊട്ടും. കുത്തിക്കോ കുത്തിക്കോ, ഇപ്പൊ പൊട്ടും. മുട്ടുന്നുണ്ട്. എല്ലാരും ഒന്ന് കൈയെടുത്ത് പ്രോത്സാഹിപ്പിച്ചേ. കുത്തിക്കോ കുത്തിക്കോ, ഇപ്പൊ പൊട്ടും. തല ഇനിയൊന്ന് നോക്കേ, ഇനിയൊന്ന് നോക്കേ. കിട്ടും കിട്ടും കിട്ടും. അത് ഇപ്പൊ ചൂടുണ്ട് ചൂടുണ്ട്. ചാടി ചാടി കുത്തിക്കോ, ചാടി കുത്തിക്കോ. കുറച്ച് ഫ്രണ്ട് കയറിയതോ, കുറച്ച് ഫ്രണ്ട്. ഓക്കെ, റെഡി റെഡി റെഡി. കുറച്ചുകൂടി ഫ്രണ്ട് കയറിക്കോ, കുറച്ചുകൂടി ഫ്രണ്ട് കയറിക്കോ. കുത്തിപ്പൊട്ടിക്ക്. അതിന്റെ ഇടയിൽ കൂടെ കുറച്ചുകൂടി ഫ്രണ്ട്. അത് തന്നെ, അതൊരു ഗുഡ് ഐഡിയ ആയിരുന്നു. ആദ്യം ബലൂൺ കണ്ടെത്തുക, എന്നിട്ട് കുത്തിപ്പൊട്ടിക്കുക. ആകെ 2 മിനിറ്റേ ഉള്ളൂ. കുറച്ചുകൂടി കുറച്ചുകൂടി. റെഡി റെഡി. അതന്നെ. കുത്തിപ്പൊട്ടിക്ക് കുത്തിപ്പൊട്ടി. അതന്നെ അതന്നെ, അവിടെ ഉണ്ട്, ബലൂൺ ഉണ്ട്. നല്ലൊരു കൈ കൊടുത്തേ, നല്ലൊരു കൈ കൊടുത്തേ, നല്ല ഒരു കൈ കൊടുത്തേ. പൊട്ടുവോ? റെഡി റെഡി. 30 സെക്കൻഡ് കഴിഞ്ഞു. 30 സെക്കൻഡേ കഴിഞ്ഞിട്ടുള്ളൂ. ഇടത്തോട്ടൊക്കെ നീങ്ങോ. റെഡി. അതന്നെ, അതും പൊട്ടിച്ചു നോക്കി. അത് ചിലപ്പോ പൊട്ടും. റെഡി. അതന്നെ, റെഡി റെഡി. കുറച്ച് ഫ്രണ്ട് കയറിയത്, കുറച്ച് ഫ്രണ്ട് കയറിയത്. എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത്. അത് ഓവർ ഫ്രണ്ട്, കുറച്ച് ബാക്ക് കയറുന്നത്, ഒരു സ്റ്റെപ്പ് ബാക്ക്. ഇനി ഒന്ന് ട്രൈ ചെയ്ത്. അതന്നെ, അവിടെ ബലൂൺ ഉണ്ട്. സെയിം. ഒന്നുകൂടി ചാടി. ഒന്നുകൂടി ചാട്, ഒന്നുകൂടി ചാട്. റെഡി 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 റെഡി. ചാട്. അത് പൊട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അതിന്റെ ബോൾ കണ്ടോ? റെഡി. റെഡി. റെഡി 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 റെഡി. കുത്തിപ്പൊട്ടിക്ക് കുത്തിപ്പൊട്ടിക്ക്. കുറച്ചുകൂടി റൈറ്റിലേക്ക് നീങ്ങി. ഫൗള് കാണിക്കല്ലേ. കണ്ണ് തുറന്നു നോക്കാൻ പോളൂ. റെഡി. ചെയ്തോ ചെയ്തോ. ഒന്ന് നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ, നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. അവിടെ തന്നെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. കുത്തിക്കോ കുത്തിക്കോ കുത്തിക്കോ. ഓക്കെ, ഞാൻ കൗണ്ട് ഡൗൺ തുടങ്ങാൻ പോവാണ്. ഒരു ചെറിയ ഇളവരെ കൈകൊണ്ട് കുത്തി പൊട്ടിച്ചോ. കൗണ്ട് ഡൗണില് റെഡി. 10 9 8 7 6 5 4 3 2 1. അർച്ചന രുദ്രാക്ഷ് എന്തായാലും പേര് പോലെ ഗംഭീരമായിട്ട് മത്സരിച്ചു. പക്ഷെ എന്താ പറയാ, ആ തോൽവിയെ താങ്കൾ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ഇതൊക്കെ നമ്മുടെ ലൈഫിൽ വേണ്ട, കാശ് കൊടുത്ത പോലെ ഇങ്ങനൊരു അനുഭവം കിട്ടില്ല. അതാണ് സത്യം. തോൽക്കലോ? അല്ല, അതിനും വേണമല്ലോ ഒരു യോഗം. അതാണ്, അതിനൊരു നല്ല കൈയടി കൊടുത്തേ. അപ്പോ എന്തായാലും സിനിമയാണ് ഉദ്ദേശം എന്നറിയാം, ഡയറക്ടർ ആവുകയാണ് ഉദ്ദേശം എന്നറിയാം. എത്രാമത്തെ വയസ്സിലാണ് അപ്പോ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്, സിനിമ ഫീൽഡിലേക്ക്? ഞാൻ 17. അത് ശരി. അപ്പോ പഠിത്തം +2 വരെ പോയുള്ളൂ? +2 വരെ പോയുള്ളൂ. അത് കഴിഞ്ഞ് നേരെ പിന്നെ സിനിമയ്ക്ക്. അതെങ്ങനെ പോയി? കോഴ്സ് ഒക്കെ എന്തെങ്കിലും ചെയ്തായിരുന്നു സിനിമയുടെ? അതല്ല, 17ാമത്തെ വയസ്സിൽ ഞാൻ +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് പഠിക്കുമായിരുന്നു തൃശ്ശൂരിൽ. ആ സമയത്ത് ചെറിയൊരു ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ സ്കൂളിലേക്കും കോളേജിലേക്കും എൻട്രൻസും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ പെട്ടുപോയ സമയത്ത് സിനിമയിൽ നിന്നൊരു അവസരം വന്നു. അന്ന് കാണാൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചെറിയ രീതിയിൽ അഭിനയിച്ചു. പാവ മൂവി. അതില് പിന്നെ സിബി മനേൽ സാറുടെ സൈഗാൾ പാടുകയാണെന്നുള്ളൊരു മൂവി. ഓ, അടിപൊളി. അപ്പൊ നല്ലൊരു കൈഡി കൊടുത്തേ. അപ്പോ അഭിനേതാവായിട്ടും വലിയൊരു സംവിധായകൻ ഉടനെ തന്നെ ബിഗ് സ്ക്രീനിൽ എഴുതി കാണിക്കട്ടെ. ഡയറക്ടഡ് ബൈ അർച്ചന രുദ്രാക്ഷ്. ഒരു നല്ല കൈഡി കൊടുത്തേ. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഉഷാറാവട്ടെ. അപ്പൊ നമ്മളിവിടെ മൂലങ്കോട് സൂപ്പർ ബമ്പർ 2 ദിവസമായിട്ട് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ 2 ദിവസമായി നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മുടെ സൂപ്പർ ബമ്പർ സമ്മാനം കൂടാതെ ഒരു സൂപ്പർ ബമ്പർ സമ്മാനം ഇവിടെ വരുന്നുണ്ടെന്ന്. ഇതെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് തന്ന ഈ നാട്ടിലെ മുദ്ര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അവരുടെ 27ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഒരു വലിയ നറുക്കെടുപ്പ്. അതിലെ സൂപ്പർ ബമ്പർ ആയിട്ടുള്ളൊരു സമ്മാനമുണ്ട്. ആ സമ്മാനം നമുക്ക് ഇപ്പോൾ ഇവിടെ കൊടുക്കാം. റെഡിയല്ലേ? അപ്പോ അതിനായി അതിന്റെ ഭാരവാഹികളെയും ആ സമ്മാനം നേടിയവരെയും ഞാൻ ഇവിടേക്ക് ക്ഷണിക്കുന്നു. ആ ഗിഫ്റ്റ് ഒരു കിടിലൻ ഗിഫ്റ്റ് തന്നെയാണ്, ഒരു സൂപ്പർ ബമ്പർ ഗിഫ്റ്റ് തന്നെയാണ് അത്. അതും കാണാം. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത്. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മുദ്ര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നൽകുന്ന ആ സൂപ്പർ ബമ്പർ സമ്മാനം
എല്ലാരും കണ്ടില്ലേ? ദാ ഈ കിടിലൻ ഓൾട്ടോ കാറാണ്. നല്ലൊരു കൈഡിയതേ. അപ്പോ ഇനി അതിന്റെ താക്കോൽ എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. ഭാരവാഹികളെ വിളിച്ചിട്ട് ഈ താക്കോൽ അവരെ ഏൽപ്പിച്ചിട്ട് ആ താക്കോല് നമുക്ക് ഇതിന്റെ ഉടമസ്ഥരെ ഏൽപ്പിക്കേണ്ടതുണ്ട്. ഞാൻ മുദ്ര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഭാരവാഹികളെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു. വേഗം വരൂ. നമസ്കാരം. നമസ്കാരം. പേര്? സുരേന്ദ്രൻ. നിങ്ങൾ രണ്ടുപേരും ആർട്സ് ക്ലബിന്റെ എന്തൊക്കെയായിട്ട് വരും? ഞാൻ സെക്രട്ടറിയാണ്. കൺവീനറും സെക്രട്ടറിയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ അപ്പോ ഈ സൂപ്പർ ബമ്പർ സമ്മാനം അടിച്ചിരിക്കുന്ന ആ ഭാഗ്യവാൻ ഭാഗ്യവതി അത് ആരാണ്? ആദിത്യ. അപ്പോ ആദിത്യനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഒരു നല്ല കൈയോടുകൂടി അവരിങ്ങോട്ട് ക്ഷണിച്ചേ. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച്. ആദിത്യന് വേണ്ടി സമ്മാനം മേടിക്കാൻ വന്നിരിക്കുന്നത് ദാ ഇവരാണ്. എന്താണ് പേര്? എൻ്റെ പേര് ബാബു. ആദിത്യന്റെ അച്ഛനാണ്. അച്ഛനാണ്. അപ്പൊ ഇതാരാണ്? ആന്റിയാണ്. എന്താ പേര്? ഷീബ. ഓക്കെ. അപ്പോ ഇവര് മേടിക്കട്ടെ അല്ലേ ആദിത്യന് വേണ്ടിയിട്ട് ഈ സൂപ്പർ ബമ്പർ സൂപ്പർ കാറ്? റെഡി അല്ലേ? അപ്പോ നല്ല ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ താക്കോല് ഇങ്ങോട്ട് ഏറ്റുവാങ്ങിക്കോളൂ. നല്ലൊരു കൈഡി കൊടുത്തേ. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. നമ്മുടെ സൂപ്പർ ബമ്പർ സമ്മാനം അടിപൊളിയല്ലേ? സി കേരളം സൂപ്പർ ബമ്പർ മൂലങ്കോടായിരുന്നു. സൂപ്പറായി എന്ന് എനിക്ക് പറയാനുള്ളൂ. 2 ദിവസം നല്ല നല്ല ഗെയിമുകൾ, നല്ല നല്ല പ്രോത്സാഹനം, അതുപോലെ നല്ല നല്ല പാട്ടും ഡാൻസും കവിതയും എല്ലാം നമ്മൾ കേട്ടു. അതുമാത്രമല്ല ഇത് മൊത്തത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്ന് ഗംഭീരമാക്കിയത് മുദ്ര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. അവരുടെ 27ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള സൂപ്പർ ബമ്പർ സമ്മാനം ഒരു കാറ് കൊടുക്കാനൊക്കെ നമ്മുടെ സൂപ്പർ ബമ്പറിന്റെ വേദി ഒരു കാരണമായി. ഇതുപോലെ ഇനിയും ഒരുപാട് അസുലഭ നിമിഷങ്ങൾ ഉണ്ടാവട്ടെ. തൽക്കാലം ഇന്നത്തെ സൂപ്പർ ബമ്പറിൽ നിന്നും മിഥുൻ പറയുന്നു ഗുഡ് ബൈ.